Hi dears, welcome back to my channel. ഞാൻ ഷബ്ന. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ്. കാണുന്നില്ലേ? ഓക്കെ, നമ്മൾ ഇതെങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. അതിന് മുന്നായിട്ട് എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ബെൽ ബട്ടൺ കാണും, അതോടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ, ഫസ്റ്റ് ഡിസൈൻ ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് ഫെവി ബോണ്ട്, ഹെഡ് പിൻ, ബീഡ്സ്. ഇത് സ്റ്റോൺ ബീഡ്സ് ആണ്, കംപ്ലീറ്റ് സ്റ്റോൺ ആണ്. സ്റ്റഡ്, ഒരു കമ്മൽ ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ആണ് ഇതൊക്കെ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഫെവി ബോണ്ട് എടുത്ത് ഗ്ലൂ ആണ് എടുത്ത് ഈ സ്റ്റഡിലാക്കി ഒരു സ്റ്റോൺ ബീഡ് അതിൽ ഒട്ടിക്കാം. നമ്മൾ സ്റ്റഡിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഇത് ഒട്ടിച്ച് വെക്കാം. ബാക്കി നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും ഇത് ഡ്രൈ ആയി കിട്ടും. അപ്പോൾ അത് ഒട്ടിച്ച ശേഷം ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. രണ്ട് ഡിസൈൻ കാണിക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ഡിസൈൻ ആണിത്. ഫസ്റ്റ് നമ്മളത് ജസ്റ്റ് ഒരു ഹെഡ് പിന്നാണിത്. ഹെഡ് പിൻ എടുത്ത് ബീഡ് അതിൽ കോർക്കുന്നു. കോർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അറ്റത്ത് ഒരു ലൂപ്പ് ഉണ്ടാക്കണം. അതായത് നമ്മൾ സ്റ്റഡ് കോർത്തിടാൻ വേണ്ടിയിട്ട് ഒരു കണ്ണി പോലെ നമ്മൾ വളച്ചുണ്ടാക്കണം. നമ്മൾ പ്ലെയർ വെച്ചിട്ട് തിരിച്ചൊരു ലൂപ്പ് ഉണ്ടാക്കുകയാണ് അവിടെ. ഭയങ്കര ഈസി, ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മളത് ലൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ സ്റ്റഡിൽ അടിയിൽ ഇങ്ങനെ കോർക്കാൻ വേണ്ടി ഒരു നോട്ടുണ്ട്. അതിൽ നമ്മൾ കോർത്ത് ഈ ലൂപ്പ് ഒന്ന് ടൈറ്റ് ചെയ്യണം. ലൂപ്പ് അഴിഞ്ഞ് വരാത്ത പോലെ പ്ലെയർ വെച്ചിട്ട് നന്നായി പ്രസ് ചെയ്ത് ടൈറ്റ് ചെയ്ത് വെക്കണം, ഗ്യാപ്പ് ഉണ്ടാവാതെ വെക്കണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡിസൈൻ കംപ്ലീറ്റ് ആയി. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്, നല്ല ഭംഗിയില്ലേ, സിമ്പിളാണ്, വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ റെഡിയായി. ഫസ്റ്റ് സെറ്റ് ഓവർ. ഇനി നമുക്ക് സെക്കൻഡ് ഡിസൈൻ നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഹെഡ് പിൻ തന്നെയാണ്, റിങ്, ജംപ് റിങ്, പിന്നെ സ്റ്റോൺ ബീഡ്സ് തന്നെയാണ്. 3 ലെയറാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഹെഡ് പിന് 2 വലുതും പിന്നെ ബാക്കി 4 കുറച്ച് ലെങ്ത്ത് കുറഞ്ഞ സൈസുമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ലെങ്ത്ത് കൂടിയത് വേണമെങ്കിൽ എടുക്കാം, പക്ഷെ അത് കട്ട് ചെയ്തിട്ട് നമുക്ക് ചെറുതാക്കണം. അപ്പോൾ കട്ട് ചെയ്ത് വേസ്റ്റ് ചെയ്യേണ്ടെന്ന് കരുതിയിട്ട് ലെങ്ത്ത് കുറഞ്ഞതാണ് വേറെ 4 ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 കമ്മലിനുള്ള സെറ്റാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ സെയിം മെത്തഡാണ്. ഈ മൂന്നും ബീഡ് നമ്മൾ കോർക്കുന്നത് ആദ്യം ചെയ്ത പോലെ തന്നെ. നമ്മൾ ജസ്റ്റ് കോർത്തിട്ട് അതിൻ്റെ അറ്റത്ത് ലൂപ്പ് ഉണ്ടാക്കണം. പിന്നെ ഓരോന്നുണ്ടാക്കി കഴിയുമ്പോഴും ലൂപ്പ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വെച്ച് അതിൻ്റെ മെഷർമെൻറ്റ് നോക്കണം. കാരണം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വരുന്ന പോലെ വേണം വെക്കാൻ. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് കണക്കാക്കിയിട്ട് എക്സ്ട്രാ വരുന്ന ലെങ്ത്ത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം നമുക്കത് ചെയ്യാൻ. അപ്പോൾ ഇത് ഞാൻ രണ്ടാമത്തെ ഇപ്പോൾ ചെയ്യുന്നത് ലെങ്ത്ത് കുറവുള്ള ഹെഡ് പിൻ ആയതുകൊണ്ട് അവിടെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് കറക്റ്റായിട്ട് വരും സൈസ്. ഇനി ചെയ്യുമ്പോൾ നമുക്കത് വെച്ച് നോക്കി അളവ് അനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് വേണം ലൂപ്പ് ഉണ്ടാക്കാൻ. ജസ്റ്റ് ഇങ്ങനെ വെക്കുക, ഒരു സ്റ്റെപ്പ് ഒരു ഏകദേശം ഇങ്ങനെ വെച്ച് നോക്കി നമുക്കറിയാം. അപ്പോൾ അതിന് ലൂപ്പ് ഉണ്ടാക്കാനുള്ള ആ ലെങ്ത്തും കൂടി വിട്ടിട്ട് എക്സ്ട്രാ വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് കളയൊന്നും വേണ്ട, എടുത്ത് വെക്കാം, നമുക്ക് വേറെ ഉപയോഗം വരും അതുകൊണ്ട്. അപ്പോൾ വീണ്ടും നമ്മളതിൻ്റെ അറ്റത്ത് ഒരു ലൂപ്പ് ഉണ്ടാക്കും. അപ്പോൾ നമ്മളങ്ങനെ 3 കോർത്ത് ലൂപ്പ് ഉണ്ടാക്കി റെഡിയാക്കി. ഇനി 3 കൂടി നമ്മൾ റിങ്ങിൽ കോർക്കണം. നമ്മുടെ ജംപ് റിങ് ഇവിടെ ഉണ്ടല്ലോ, അതായത് വട്ടക്കണ്ണ്, അതിൽ കോർക്കാം. ഓക്കെ, ലൂപ്പ് നമ്മൾ കോർത്ത് കഴിഞ്ഞാൽ ഊരി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ടൈറ്റ് ചെയ്യണേ, മറക്കരുത്, ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല. അല്ലെങ്കിൽ എല്ലാം കോർത്ത് എല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്കും ഓരോന്നോരോന്നായിട്ട് കൊഞ്ഞു വരും. അപ്പോൾ എല്ലാം ലൂപ്പെല്ലാം നല്ല ടൈറ്റ് ചെയ്ത ശേഷം ഇത് 3 നമുക്ക് റിങ്ങിലോട്ട് കോർക്കാം. അതുപോലെ കോർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇടുന്ന സമയത്ത് ഫ്രണ്ടിലോട്ട് ഏറ്റവും ചെറിയത് ലെങ്ത്ത് കുറഞ്ഞ ബീഡ് വരുന്ന പോലെ വേണം കോർക്കാൻ. കാരണം നമ്മൾ ഇടുമ്പോൾ കാണുമ്പോൾ ഏറ്റവും ചെറുത് ആദ്യം കാണണം, എങ്കിൽ ബാക്കി 3 സ്റ്റെപ്പായിട്ട് നമുക്ക് കാണുള്ളൂ. ഏറ്റവും വലുത് വരുമ്പോൾ പിന്നെ ബാക്കി 2 ചെറുതൊക്കെ ബാക്കിൽ പോകുമ്പോൾ ഭംഗി ഉണ്ടാവില്ല. കോർക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് കോർക്കണം. എങ്ങനെ വേണമെങ്കിലും കോർക്കാം, പക്ഷേ ഈ സ്റ്റഡിലോട്ട് കോർക്കുന്ന സമയത്താണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഫ്രണ്ടിൽ ചെറുത് വരണം കേട്ടോ, നീളം കുറഞ്ഞത് ഏറ്റവും ഫ്രണ്ടിൽ വരണം, അങ്ങനെ വേണം കോർക്കാൻ. അപ്പം നമ്മുടെ രണ്ടാമത്തെ ഡിസൈനും കഴിഞ്ഞു, എല്ലാം റെഡിയായി. അപ്പോൾ ഈ 2 കമ്മലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനെല്ലാം. പിന്നെ സജഷൻസ്, കമൻസ് എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം.
അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു വെരി മച്ച്.